ഈ ഓണക്കാലത്തെ കാസർഗോഡ് ജില്ലാതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള ഓണം ഫെസ്റ്റ് 2026 നീലേശ്വരത്ത് തുടക്കമായി. നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന മേള സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ജില്ലാ കൈത്തറി വികസന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നീലേശ്വരത്ത് കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള ഓണം ഫെസ്റ്റ് 2026 ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന മേള ചൊവ്വാഴ്ച രാവിലെ സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടാണ് നീലേശ്വരത്ത് ഇത്തരത്തിലൊരു ജില്ലാ ഓണം ഫെയറിൻ്റെ സാധാരണഗതിയിൽ ജില്ലാ ഓണം ഫെയറിൻ്റെ കൂടെ തന്നെ സംഘടിപ്പിക്കപ്പെടുന്ന ഒന്നായിട്ടാണ് ഈ കൈത്തറി മേള എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇത്രയും പേർ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രതീക്ഷിച്ചില്ല. നല്ല പങ്കാളിത്തം ഈ ഉദ്ഘാടന പരിപാടിയുണ്ട്. വിവിധ സംഘങ്ങളൊക്കെ വളരെ വിപുലമായിട്ടുള്ള സ്റ്റാളുകൾ താഴെ ഒരുക്കിയിരിക്കുന്നതിനോട് വലിയ സന്തോഷം തോന്നുന്നു. കൈത്തറിയുമായിട്ട് ചെറിയ ഒരു ബന്ധം എനിക്കുണ്ട്. ഞാൻ ഒരു കാലത്ത് ഓൾ ഇന്ത്യ ഹാൻഡ് ബോർഡിന്റെ മെമ്പറായിരുന്നു. അതിൻ്റെ രൂപാശ്രമത്തിൽ അന്ന് രാജ്യത്തുടനീളം കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു. കൈത്തറി തൊഴിലാളികളുടെ ജീവിതം സംബന്ധിച്ച് വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നെയ്യുമെങ്കിലും അവരുടെയൊക്കെ വിഷമവും പ്രയാസവും ഒന്ന് തന്നെയാണ്. അത് പൂർവാഞ്ചലിൽ വാരണാസിയിൽ ബനാറസ് കാശി നെയ്യുന്ന സാരി നെയ്യുന്ന ബനാറസിൽ സാരി നെയ്യുന്ന നെയ്ത്ത് തൊഴിലാളികളാണെങ്കിലും സുറേഷിലെ തന്നെ മൊറാദാബാദിൽ ഉള്ള നെയ്ത്ത് തൊഴിലാളികളാണെങ്കിലും ഒഡീഷയിലെയും അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്തും ഒക്കെയുള്ള നെയ്ത്ത് തൊഴിലാളികളുണ്ട്. പാലാമംഗലത്തും കണ്ണൂരിലും കാസർഗോഡും ഒക്കെയുള്ള നെയ്ത്ത് തൊഴിലാളികളാണെങ്കിലും അവരുടെയൊക്കെ ജീവിത പ്രശ്നം ഒന്ന് തന്നെയാണ്. ഒന്ന് കൈത്തറി വസ്ത്രത്തോടുള്ള ആഭിമുഖ്യം കുറയുകയും അതിന്റെ വിപണനം കുറയുകയും ചെയ്തതോടുകൂടിയിട്ട് ഈ മേഖലയിലേക്ക് കൂടുതലായിട്ട് തൊഴിലാളികളൊന്നും കടന്നു വരുന്നില്ല, പുതിയ ചെറുപ്പക്കാരൊന്നും കടന്നു വരുന്നില്ല. മറ്റൊന്ന് വലിയ തോതിൽ പണം സർക്കാരിൽ നിന്ന് കിട്ടാൻ സംഘങ്ങൾക്ക് കിട്ടാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ ആദ്യ വിൽപ്പന നടത്തി. കൗൺസിലർ V രാജം കൂപ്പൺ വിതരണം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ E ഷജീർ, ഹാൻടെക് സംസ്ഥാന കമ്മിറ്റി അംഗം P ചന്ദ്രൻ, ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗം A അമ്പുഞ്ഞി എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ നെയ്ത്ത് സഹകരണ സംഘത്തിലെ KV ജനാർദ്ദനൻ, കാസർഗോഡ് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് മാധവ ഹെരള, പെർള നെയ്ത്ത് സഹകരണ സംഘം പ്രസിഡന്റ് Y രാമാനന്ദ, രാംനഗർ നെയ്ത്ത് സഹകരണ സംഘം പ്രസിഡന്റ് PT ഗംഗാധരൻ എന്നിവരും സംബന്ധിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ PK സിന്ധു സ്വാഗതവും ഹൊസ്തൃക താലൂക്ക് വ്യവസായ ഓഫീസ് സീനിയർ സഹകരണ ഇൻസ്പെക്ടർ KM അനിത നന്ദിയും പറഞ്ഞു. ഭൗമസൂചിക പദവി നേടിയ കാസർഗോഡ് സാരി ഉൾപ്പെടെ രാംനഗർ, നീലേശ്വരം, മാണിയാട്ട്, തൃക്കരിപ്പൂർ എന്നീ സംഘങ്ങളുടെയും ഹാൻവീവിന്റെയും കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് മേളയിലൂടെ പ്രധാനമായും നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.